ഭാരതത്തിൽ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. വലിയ തോതിൽ ജനങ്ങൾ കൂടുന്നതിനെ കുംഭമേള എന്നുള്ള രീതിയിൽ പറയാം. കഴിഞ്ഞ മാഘമാഘ ഉത്സവത്തിന് ശേഷം മഹാമണ്ഡലേശ്വര സ്വാമി കേരളത്തിൽ വരികയും ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ മാഘമകത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. കേരളത്തിന്റെ തന്നെ വലിയ ജനസാമാന്യത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇതിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, കേരളത്തിന്റെ കുംഭമേള തലത്തിലേക്ക് ഇത് ഉയരണം എന്നുള്ള ചിന്ത വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുതൽ മാഘമകം കേരളത്തിന്റെ കുംഭമേള ആയിട്ട് ആഘോഷിക്കണം തീരുമാനിച്ചതും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. തവനൂരിലാണ് ബ്രഹ്മക്ഷേത്രം അതുപോലെ ശിവക്ഷേത്രം രണ്ടും ഉള്ളത്. അപ്പുറത്ത് നാമാമുകുന്ദ ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും ചേരുന്നതാണ് ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനം. ഇവിടെയാണ് ഈ മാഘ മാസത്തിൽ ഉള്ള പ്രത്യേകത. സപ്തനദികളുടെ പ്രവാഹം ഈ നദിയിൽ വരികയും ആ സമയത്ത് നദിയിലെ സ്നാനം വളരെ പ്രസിദ്ധമാണ്, അത് വളരെ പവിത്രമാണ്. അതുകൊണ്ട് ഈ മാഘമാസത്തിൽ നടക്കുന്ന മകം നക്ഷത്രം വരെ നടക്കുന്ന ഈ പരിപാടി കേരളത്തിന്റെ കുംഭമേളയായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ ആഘോഷിക്കും. അതിന്റെ തുടക്കം 2026 ഈ കുംഭമേളയോട് കൂടി നമ്മൾ സമാരംഭിക്കുക.